ഹലോ എവരിബഡി. എൻ്റെ പേര് കുഞ്ഞുമോൾ വടക്കേടം. ഞാൻ ന്യൂയോർക്കിൽ നിന്നാണ് IKCC റെപ്രസെൻറ്റേറ്റീവ് ചെയ്താണ്. ഇവിടുന്നാണ് ഈ വീഡിയോ വരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ കേരളീയ ഉത്സവമാണല്ലോ ഓണം. നമ്മൾ ഓണം എന്ന് ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഉപ്പേരി എന്നുള്ളതാണ്. അത് എങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതും അതിന്റെ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനത് കാണിച്ചു തരാൻ പോവാണ്. നമുക്ക് അതിന് ആവശ്യമുള്ളത് ഒരു കുക്കിംഗ് ഫ്രൈ പാനാണ്. അത് ഞാൻ എപ്പോഴും എടുക്കുന്നത് ചീനിച്ചട്ടിയാണ്, നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാറില്ല. പിന്നെ നമുക്ക് വേണ്ടിയത് ഏത്തയ്ക്ക, പിന്നെ ഒരു കത്തി, പിന്നെ അതിന്റെ ബ്ലേഡ് നമുക്ക് വരയ്ക്കാം. ഇത് വളരെ ഫൈനായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ബ്ലേഡാണിത്. നമ്മൾ ആദ്യമേ തുടങ്ങുന്നത് ഇത് ഏത്തയ്ക്കയുടെ തൊലി കളയുക. ഇത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് എടുത്ത് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് ഉപ്പേരി. പക്ഷേ ചിലർ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കുന്നത്, അതൊന്ന് കാണിച്ചു തരാനായിട്ട് വേണ്ടിയാണ്. ഞാൻ സാധാരണ ഇത് എണ്ണ തിളച്ച ഉടനെ തന്നെ ഇത് അതിൻ്റെ അകത്തോട്ട് ഡയറക്റ്റ് ആയിട്ട് അരിഞ്ഞിടണം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അരിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാറുണ്ട്. ചിലര് ഇത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് മഞ്ഞളും ഉപ്പും ഒക്കെ ഇടുന്ന കാണാം. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാതെ തന്നെ നമുക്കിത് എടുക്കാം. വേണ്ട, ഞാനിപ്പോൾ ഇത് ഒരു ഏത്തയ്ക്ക പൊളിച്ചെടുത്തു. ഞാൻ ഓൾറെഡി എണ്ണ ഇത് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് ഡയറക്റ്റ് ഇതിൻ്റെ അകത്തോട്ട് അരിഞ്ഞിടുക എന്നുള്ളതാണ്. ഇങ്ങനെ പിടിക്കുക. നമുക്ക് ചിലപ്പോൾ ചിലർക്ക് ഹാർഡായിട്ട് തോന്നും, പക്ഷെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് അരിഞ്ഞിടാവുന്നതാണ്. ഒത്തിരി ഫൈനായിട്ട് നമുക്ക് വേണേ അരിയാം. പക്ഷെ ആ ഫൈനായിട്ട് അരിയുമ്പം അത് എണ്ണ ഒത്തിരി കുടിക്കും. ശക്കലം കട്ടിയിൽ അരിയുവാണെങ്കിൽ അത് എണ്ണ കുടിക്കാറില്ല. നമ്മൾ എത്ര പെട്ടെന്നാണ് അത് അരിഞ്ഞെടുത്തത്. പിന്നെ നമ്മളൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. മീൻ ടൈം ഇതിവിടെ കടന്നോട്ടെ. ഞാൻ ശകലം ഉപ്പ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരു ശകലം ഉപ്പെടുത്ത്, ഞാനിപ്പോൾ ഒരെണ്ണല്ലേ ചെയ്യുന്നുള്ളൂ. ഞാനൊരു ശകലം ഉപ്പെടുത്ത് ഞാനൊരു ശകലം വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് കലക്കി ഒരു സ്പൂണും കൂടി അതിൻ്റെ അകത്ത് ഇടുക. ഇട്ട് റെഡിയാക്കി വെക്കുവാണ്. ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ ഒരു മുക്കാൽ മൂപ്പാവുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക. എന്നാലാണ് ഇത് പിടിച്ചിരിക്കുന്നത്, അത് വരുന്നത്. ഞാനൊരു ഇതിനു മുന്നേ 2-3 കാ വറുത്ത്, അതുകൊണ്ട് ആ പാത്രം മീൻസ് ഇപ്പം വറുത്തോണ്ടിരിക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റാണ് ഞാനിത് റെക്കോർഡിങ് ചെയ്യുന്നത്, അതുകൊണ്ടാണിത്. നിങ്ങൾക്ക് തന്നെ നോക്കാൻ ടൈം എപ്പോഴാണ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഉള്ളത്തേക്ക് നമ്മൾ ഏത്തയ്ക്ക എടുക്കുമ്പോൾ നല്ല മൂത്ത ഏത്തയ്ക്ക എടുക്കണം. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് വേണം. ചില കടകളിലൊക്കെ ഒത്തിരി ദിവസം ഇരുന്നത് അത് അത്രയും ഫ്രഷ് ആയിട്ട് തോന്നിക്കുകയില്ല നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും. പക്ഷെ ഇതാണെങ്കിൽ വളരെ ഇന്ന് തന്നെ എനിക്ക് തോന്നിയായിരുന്നു നല്ല ഫ്രഷ് ആണല്ലോ എന്ന് ഓർത്താണ് ഞാൻ വാങ്ങിച്ചത്. നമുക്കത് കാണുമ്പോൾ അറിയാലോ നല്ല ഫ്രഷ് എടുത്ത് വെച്ചാൽ മതി. നമുക്കിനിയിപ്പം ശകലം ഉപ്പൊഴിച്ചു കൊടുക്കാം, ഉപ്പിന്റെ നീരൊഴിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് അതിന്റെ ഉപ്പൊഴിച്ചു കൊടുക്കുന്നത്. നമുക്കൊരു ചെറിയ ശബ്ദം കൂടെ കേൾക്കാം. അന്നേരം അത് ആ ഉപ്പ് ഈ ഏത്തയ്ക്കേനെ എല്ലാം പിടിക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇരിച്ചാൽ ശബ്ദം കേൾക്കുന്നതിൽ കുഴപ്പമില്ല. ചിലപ്പം ചെറുതായിട്ട് തെറിച്ചെന്നിരിക്കും. അത് നമുക്ക് ചെറിയൊരു കുഴപ്പമില്ല. എൻ്റെ ഉദ്ദേശം നിങ്ങളെ ഒന്ന് പഠിപ്പിക്കുന്നതും കൂടെയാണ്. കോമ്പറ്റീഷൻ ആണെങ്കിൽ ഇത് ഞാൻ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കത്തക്ക രീതിയിലാണ് ചെയ്യാൻ ചെയ്യുന്നത്. ആ വെള്ളം പറ്റി വന്നത്
പിന്നെ അതുപോലെ തന്നെ ഏത്തയ്ക്ക മൂട്ടും വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാനിത് വീഡിയോ സ്റ്റോപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ഇത് കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്യുകയാണ്. നമുക്ക് വളരെ ഈസിയാണെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് മൂത്ത് നമുക്ക് കാണാൻ കറക്റ്റായിട്ട് കളറ് ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ നമ്മളിങ്ങനെ തൊടുമ്പം നല്ല മണിമണി ശബ്ദം കേൾക്കാൻ പറ്റും. വ്യത്യസ്തമായ ഒരു ഇതാണ്, ആദ്യമേ ഇട്ട പോലെയല്ല, ഇപ്പം നമുക്ക് മനസ്സിലാവും. അപ്പം ഞാനത് ഇനി അത് കോരിയെടുക്കാൻ പോവാണ്. അത് ഞാനിപ്പോഴും നമ്മളൊരു പേപ്പർ ടവൽ ഇടുവാണെങ്കിൽ അതിൻ്റെ അകത്തോട്ട് എണ്ണ മുഴുവനും പിടിച്ചോളും. ഇത് ഉണ്ടാക്കിയെടുത്ത് ഞാൻ എന്നിട്ട് ഒരു ട്രേയിലോട്ട് ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കും. അത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഉപ്പേരി. അതുകൊണ്ട് എല്ലാവരും ഓണത്തിന് ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളുക, ഞാൻ ആൻസർ ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ളതാണ്. താങ്ക് യു.